ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ദ സീക്രട്ട് ഓഫ് മാനിഫെസ്റ്റേഷൻ. ഇതൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക് അല്ല കേട്ടോ, ഇതൊരു പ്ലാനിങ് ആണ്. അതായത് ഞാനിവിടെ 3 സീക്രട്സ് പറയാം. ഈ ഒരു 3 സീക്രട്സ് നിങ്ങളുടെ ലൈഫിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 21 ഡേയ്സ് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് കാര്യമാണ് ആഗ്രഹിക്കുന്നത് അത് ഉറപ്പായിട്ട് സംഭവിക്കും. പിന്നെ ഞാൻ ഈ ടോപ്പിക്കിലോട്ട് വരുന്നതിന് മുന്നേ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും അല്ലേ? നേരെ മറിച്ച് ഈ പറയുന്ന എല്ലാം ഫാൾസ് ബിലീഫ്സ് ആണ്. ഹാർഡ് വർക്കിങ്ങിലൂടെ മാത്രമേ ഏത് കാര്യവും അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. നിങ്ങൾ പറയുന്നത് ശരിയാണ് കേട്ടോ. ഏത് കാര്യം ആയിക്കോട്ടെ, നമുക്ക് ഹാർഡ് വർക്കിലൂടെ മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. ഹാർഡ് വർക്ക് ചെയ്യാണ്ട് വെറുതെ ഇരുന്ന് മാനിഫെസ്റ്റ് ചെയ്തു എന്നും പറഞ്ഞിട്ട് അത് നടക്കത്തില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ സൈഡിൽ നിന്നും കൂടെ ചെയ്യണം. ആ ഒരു ഹാർഡ് വർക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പോസിറ്റീവ് ബിലീഫ്സും ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് പ്ലാനിങ്ങും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. എത്തിപ്പെടേണ്ട ദൂരം കുറച്ചൊന്നും കുറഞ്ഞു കിട്ടും. പെട്ടെന്ന് വേഗത്തിൽ ഓരോ കാര്യം നമ്മുടെ ലൈഫിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും, മുന്നേറാൻ സാധിക്കും. അതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വെറുതെ ഇരുന്നും കൊണ്ട് ഓരോന്ന് മാനിഫെസ്റ്റ് ചെയ്തിട്ട് അത് നടക്കാൻ പോകുന്നില്ല. നമുക്കും നമ്മുടെ സൈഡിൽ നിന്നുള്ള നമ്മുടെ ഒരു പരിശ്രമം കൂടെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇനി ടോപ്പിക്കിലോട്ട്. ഇവിടെ ഞാൻ പറയുന്നത് 21 ഡേയ്സ് പ്രാക്ടീസ് ചെയ്യണമെന്ന്. ഈ 21 ഡേയ്സ് പറയാൻ കാരണം, ഏതൊരു കാര്യം ആയിക്കോട്ടെ പുതിയതായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ അറ്റ്ലീസ്റ്റ് ഒരു 21 ഡേയ്സ് ചെയ്താൽ മാത്രമേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് സേവ് ആവുള്ളൂ. പിന്നെ ഒരു 21 ഡേയ്സ് കഴിഞ്ഞിട്ടാണെങ്കിലും ആ ഒരു പ്രാക്ടീസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുള്ളൂ. ആദ്യത്തെ കുറച്ച് ദിവസം ചെയ്ത് കഴിഞ്ഞിട്ട് എന്നെക്കൊണ്ട് പറ്റത്തില്ല, ഇത് ചെയ്തിട്ട് കാര്യമില്ല, അങ്ങനെയൊക്കെ ഒരു തോട്ട്സ് വരും. നേരെ മറിച്ച് കുറച്ച് ദിവസം ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിൽ അത് സേവ് ആവുകയും കൂടുതൽ കൂടുതൽ നമുക്ക് അച്ചീവ് ചെയ്യാനും സാധിക്കും. അല്ലാണ്ട് ഇതൊരു 21 ഡേയ്സ് ചെയ്താൽ മാത്രമേ സാധിക്കുള്ളൂ അങ്ങനെയല്ല. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ ഒരു പ്ലാനിങ്ങിലൂടെ പോകണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ടോപ്പിക്കിലോട്ട് വരാം. ഇവിടെ ഞാൻ 3 സീക്രട്സ് ആണ് പറയുന്നത്. ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിൽ ഈ ഒരു 3 സീക്രട്സ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു ആഗ്രഹവും സാധിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. അതിൽ നമ്പർ 1, വിഷ്വലൈസേഷൻ. നമുക്കൊക്കെ ഒത്തിരി ഡിസയേഴ്സ് ഉണ്ടാവും ഇല്ലേ? ഒരിക്കലും നടക്കത്തില്ല, എങ്ങനെ നടക്കാനാ, അങ്ങനെയൊക്കെ നമ്മൾ ഡൗട്ട് അടിക്കുന്ന കുറേ കുറേ ആഗ്രഹങ്ങൾ എല്ലാവരുടെ ഉള്ളിലുണ്ടാവും. അതിലേതെങ്കിലും ഒരു ആഗ്രഹം എടുക്കുക. ഒരാഗ്രഹം എടുത്തിട്ട് ഓൾറെഡി നമ്മുടെ ലൈഫിൽ അത് സംഭവിച്ചു കഴിഞ്ഞു എന്നൊരു രീതിയിൽ വിശ്വസിക്കുക. എന്നിട്ടത് വിഷ്വലൈസ് ചെയ്യണം. അതായത് ഓൾറെഡി നമ്മുടെ ലൈഫിൽ സംഭവിച്ചു. ആ ഒരു ആഗ്രഹം നമ്മുടെ ലൈഫിൽ സംഭവിച്ച് കഴിയുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത്? അത് എങ്ങനെയാണ് നമ്മളെ ലൈഫിൽ ആ ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ ആഗ്രഹിച്ച ഒരു ജോബ്, അതിൻ്റെ ഒരു ഓഫർ ലെറ്റർ കയ്യിൽ നമുക്ക് കിട്ടുവാണ്. നമ്മൾ വീട്ടിലെല്ലാവരോടും പറയുന്നു, ഹാപ്പി ആവുന്നു, എല്ലാവർക്കും സ്വീറ്റ്സ് വാങ്ങിച്ചു കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ചെറിയ ചെറുതായിട്ട് എല്ലാവർക്കും നമുക്കൊരു ഒരു സന്തോഷം തോന്നത്തില്ലേ? അങ്ങനെയൊക്കെ അങ്ങനെ ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നും. ആ ഒരു വൈബ് നമുക്ക് തന്നെ ഒരു ഫീൽ വരും. എനിക്ക് ജോബ് കിട്ടിയല്ലോ എന്നുള്ളൊരു രീതിയിൽ. അങ്ങനെ വിഷ്വലൈസ് ചെയ്യണം. നല്ലതുപോലെ വിഷ്വലൈസ് ചെയ്യണം. അത് സീക്രട്ട് നമ്പർ 1, വിഷ്വലൈസേഷൻ. നമ്പർ 2, ടേക്ക് ആക്ഷൻസ്. അതായത് നമ്മുടെ ലൈഫിൽ ഓൾറെഡി അത് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞു. ആ ഒരു കാര്യം, ആ ഒരു ഡിസയർ നമ്മുടെ ലൈഫിൽ സംഭവിച്ചു കഴിഞ്ഞു. സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിന് ആക്ഷൻസ് എടുക്കുക. കാരണം ഇന്നലെ വരെ ഉണ്ടായിരുന്നതല്ല, ഇന്ന് നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം സാധിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ ലൈഫിൽ വരുന്നത്. അപ്പം ചെറിയ ചെറിയ ആക്ഷൻസ് ഉണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ, ഇഷ്ടപ്പെട്ട ഒരു ജോബ് കിട്ടുവാണ്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുക, ജോബിന് പോകുന്നതിന് മുന്നേ ഉള്ള എന്തൊക്കെയാണ് ചെയ്യേണ്ട തയ്യാറെടുപ്പുകൾ അതൊക്കെ ചെയ്യുക, അങ്ങനെയൊക്കെ. അപ്പം നമുക്ക് തന്നെ ഒരു ഡൗട്ട് തോന്നും, അയ്യോ എനിക്ക് ജോബ് കിട്ടിയില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. ചെറിയ ചെറിയ ആക്ഷൻസൊക്കെ എടുക്കണം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യുകയും ആക്ഷൻസൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് പോയി സേവ് ആവും. നമുക്കിങ്ങനെ നമ്മുടെ ഒരു ആഗ്രഹം നടന്നു എന്നുള്ള രീതിയിൽ സേവ് ആവുമ്പോഴത്തേക്കും ഈ യൂണിവേഴ്സായിട്ട് അത് കണക്റ്റഡ് ആയിട്ട് അത് റിയാലിറ്റി ആയിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മളിത് ഓൾറെഡി സംഭവിച്ചു എന്നുള്ളൊരു രീതിയിൽ ആക്ഷൻ എടുക്കുക എന്ന് പറയുന്നത്. ഇനി നമ്പർ 3, മൂന്നാമത്തെ സീക്രട്ട്, ഫിയർ, ഡൗട്ട്, ഫോൾസ് ബിലീഫ്സ്. അതെല്ലാം മാറ്റുക. അതായത്
നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് തോന്നും, ഇതൊക്കെ ഞാൻ ചെയ്തു, എന്നിട്ടും എനിക്ക് കിട്ടുമോ? ഇതിലൊക്കെ എന്തെങ്കിലും ശരി ഉണ്ടാവോ? എന്തായിരിക്കും എനിക്ക് റിസൾട്ട് വരുന്നത്? ഇങ്ങനെ ഡൗട്ടായിരിക്കും. നമ്മൾ എത്ര നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട, നമുക്ക് കിട്ടും എന്നൊരു പോസിറ്റീവായിട്ട് ഇരുന്ന് കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ്സ് മൈൻഡിൽ തോന്നും, ഇല്ലേ? ഇതൊക്കെ വെറുതെയാണ്, ഞാൻ ശരിയായിട്ടുള്ള പാത്തിലാണോ പോകുന്നത്? അങ്ങനെ പല പല നെഗറ്റീവ് തോട്ട്സ് വരും. അങ്ങനെ നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നമ്മളോട് തന്നെ പറയാം, യെസ് ഐ ക്യാൻ, എന്നെക്കൊണ്ട് സാധിക്കും, ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ക്യാൻ അച്ചീവ് ഇറ്റ്, എന്നെക്കൊണ്ട് സാധിക്കും, അതുകൊണ്ടാണല്ലോ എനിക്കിതെല്ലാം ചെയ്യാൻ സാധിക്കുന്നത്, എനിക്ക് ലൈഫിൽ മുന്നേറാൻ സാധിക്കും, യെസ് ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ളൊരു സെൽഫ് ബിലീഫ് ഉണ്ടല്ലോ. എത്ര നെഗറ്റീവ് തോട്ട്സ് മൈൻഡിൽ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ നമ്മളോട് തന്നെ പറയാം, യെസ് ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ക്യാൻ അച്ചീവ് ഇറ്റ് എന്നുള്ളൊരു പോസിറ്റീവ് തോട്ട്സ് നമ്മൾ നമ്മളോട് തന്നെ പറയാം. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കേ. ഏതൊരു ആഗ്രഹം ആയിക്കോട്ടെ, അത് ഹാർഡ് വർക്കും വേണം കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ അത് സംഭവിക്കും. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.